ഇതാണ് നിഷ ചേച്ചി. നല്ലോണം കുരുക്കുന്നുണ്ട് മാത്രം. എവിടെ പോവാൻ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അമ്മ? ഹെയർ കട്ടിങ്ങിനോ അമ്മ? ഹെയർ ഇഷ്ടല്ലേ അമ്മക്ക്? Because you need style hair? Yeah. Okay. So what is this? You want this one? Yeah. Doll face, rose gold. Doll face. Is the doll face? Ida doll face and rose gold. ഇത് മേക്കപ്പ് ഇടിയാണ് കേട്ടോ. പേരുകളൊക്കെ ഉണ്ടല്ലേ? നമുക്കിതൊന്നും അറിയത്തില്ല. ഇതെല്ലാം അമ്മയായിട്ട് പാർട്ണർഷിപ്പ് ആണ്. Okay. Show me. ഓഹോ, നമ്മുടെ മേക്കപ്പ്. ഇത് എന്തിന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി മുമ്പ് പോണം. പിന്നെ ഇന്നെന്ത് ഇവിടെ ഒരു കുഞ്ഞു മേക്കപ്പ്? Because I like it. Because I need to be beautiful. ശരി, വരി. Bye bye. Papa, why they are playing a road? Papa, why they are playing a road? ചക്കരെ എങ്ങനെ മുടി കട്ട് ചെയ്യണം ചക്കരക്ക്? Beautiful. ബ്യൂട്ടിഫുൾ ആയിട്ട് കട്ട് ചെയ്താ. എന്നെ സംബന്ധിച്ച് പിള്ളേരുടെ മുടി മുറിക്കുന്നത് സങ്കടമാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആളെ അതിനെ കുളിപ്പിച്ചതിന് ശേഷം മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. മുടിയിൽ ഇങ്ങനെ നോട്ട്സ് വരുമ്പോ നോട്ട്സ് ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ചടക്ക് നമുക്ക് മുടി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ചെറിയൊരു പെയിൻ വരുമല്ലോ. അതൊക്കെ അങ്ങനെ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടാണ് അത് കാണിക്കുന്നത്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് എനിക്കൊന്നും എത്ര നാളായിട്ട് മുടി നമ്മുടെ ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒന്നും മുറിച്ചിട്ടില്ല. ഞാന് മോള് കുഞ്ഞായിരുന്ന സമയത്ത് ഇച്ചായന്റെ ചെറിയ ഒരു അല്ലേ പിന്നെ ഒരിക്കൽ ഇവിടുത്തെ ചെറിയ ലോക്കൽ സലൂണിൽ കൊണ്ടുപോയിട്ട് അല്ലാണ്ട് കുഞ്ഞു കുട്ടിയായിരുന്നു 6-7 മാസത്തില്. അല്ലാണ്ട് ഇതുവരെയായിട്ട് ഒഫീഷ്യലി ഇതുവരെയും കൊണ്ടിങ്ങനെ മുടി മുറിച്ചിട്ടില്ല. ഈ വിവാനുടെ ഇതൊന്ന് ഫ്രണ്ടിലിട്ടേ, ഹെയർ ഒന്ന് ഫ്രണ്ടിലിട്ടേ. ഞങ്ങളുടെ പ്രിൻസസ് മേക്ക് ഓവർ ആയിട്ട് ലെങ്ത് നോക്കട്ടെ. ഇത്രയും ലെങ്ത് ഉണ്ട് ചക്കര. അയ്യോ വിഷമമുണ്ട് എനിക്ക്. ചക്കരെ മുടി വെട്ടണോ അമ്മ? അത് തിരിച്ചു പോകുമോ? അമ്മക്ക് ചെറിയൊരു വിഷമമുണ്ട് അമ്മക്ക് പപ്പയ്ക്ക് മുടി വെട്ടുന്നോണ്ട്. ഓ എന്തമ്മാ, എന്ത് മുടി കട്ട് ചെയ്യണമെന്ന് പറയണു ഉമ്മ? ഓഹോ, ബ്യൂട്ടിഫുൾ ഹെയർ ആണോ? എന്തമ്മാ ഹെയർ? ഇവിടെ ഞങ്ങളുടെ വീടിന്റെ കുറച്ച് അടുത്ത് തന്നെയാണ്. ഒരു 10 മിനിറ്റ് യാത്ര അല്ലേ നമ്മളെ? ഞങ്ങളുടെ ചെല്ലത്തിന്റെ മുടി ജസ്റ്റ് ഐബ്രോ ഒക്കെ ചെയ്യാൻ പോകുന്നത് അവിടെയാണ്. അല്ലാണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മുടിഞ്ഞ പൈസയാണ്. ജസ്റ്റ് എപ്പോഴെങ്കിലും ഐബ്രോ മാത്രം. ഇഷ്ടമാണോ മുടി വെട്ടുന്നത് ഉമ്മക്ക്? ആഹാ, നല്ല ഇഷ്ടം. കരച്ചില്ല മുടി വെട്ടണം പറയുമ്പോഴേ കുഞ്ഞുനാളിലെ ഒരു ചെറിയ വീഡിയോ ഉണ്ടല്ലോ. അങ്ങേരായിട്ട് സമ്മതിച്ച് മുടി വെട്ടണം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു പോവാ. നമ്മൾ ഇവാനുവിന്റെ ഹെയർ കട്ടിങ് ഷോപ്പിൽ എത്താറായി. എന്താ പേര്? സ്കൈ ആണോ? സ്കൈ ബ്യൂട്ടി സെന്റർ ആൻഡ് സ്പാ. ഇതാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് മേക്കപ്പൊക്കെ ചെയ്യാൻ വരുന്ന സ്കൈ ബ്യൂട്ടി സലൂൺ ആൻഡ് സ്പാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവാനുവിനെയും കൊണ്ട് എവിടെ എത്തി. ആള് വാതിലൊക്കെ തുറന്ന് ഉള്ളിലോട്ട് പോവുകയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇവാനുയുടെ ബാക്കിൽ നിന്ന് ഞാനും ഉണ്ട്. അപ്പോൾ ഇത് റിസപ്ഷനിലിരിക്കുന്ന പുള്ളിക്കാരത്തിയാണ്. അവിടെ വന്ന ആൾ ചോദിക്കുക എന്താ ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ ഡീറ്റെയിൽ പറയാം, എനിക്ക് ഹെയർ കട്ട് ചെയ്യണമെന്നൊക്കെ. അങ്ങനെ ആ ചേച്ചി കുറേ കുശലമൊക്കെ പറഞ്ഞ ആളെടുത്ത് ആളങ്ങനെ മുടി വെട്ടാൻ ഉള്ളിലോട്ട് കയറി. തലയിലുള്ള ബോയൊക്കെ ഊരി എൻ്റെ കയ്യിൽ തന്നു. ഇതാണ് നിഷ ചേച്ചി, മുടി കട്ട് ചെയ്യുന്ന ചേച്ചിയാണ്. ഇവിടുത്തെ ഹെയർ സ്പെഷ്യലിസ്റ്റാണ്, ഹെയർ കട്ടിങ് സ്പെഷ്യലിസ്റ്റ്. ഇവന് കവർ യുവർ മൗത്ത്. ഓക്കെ,
അങ്ങനെ ആൾ ഹെയർ വാഷിങ്ങിന് വേണ്ടി കിടന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിൻ്റെ ബാക്കിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഒരു 6 മാസം മുൻപ് വരെ ഇവാനു മുടി വെട്ടാൻ സമ്മതിക്കത്തുമില്ല. ഇത് ഭയങ്കര ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയായിരുന്നു എനിക്ക് വീഡിയോ എടുത്തപ്പോൾ. കരയാതെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ ആൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഹെയർ കട്ടിങ്ങിലോട്ട് കിടക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. പക്ഷേ എനിക്കിത് കാണുമ്പോൾ ആളിച്ചിരി മെച്യൂരിറ്റി ആയതിൻ്റെ ആ ഒരു ഇതാണ്, ആളിത്ര മിണ്ടാതിരിക്കുന്നു എടുക്കുന്നു എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നി ഈ വീഡിയോ എടുത്തപ്പോൾ. കാരണം അവളിൽ തന്നെ ഒരു ഭയങ്കര ഒരു മാറ്റം ഉണ്ടാകുന്നത് പോലെ. കാരണം ആൾ ഭയങ്കര കാണിച്ചു കൊടുക്കുന്നു, ഇരിക്കുന്നു, എടുക്കുന്നു, എല്ലാം ഷീസ് ഡൂയിങ് വെല്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഹെയർ കട്ടിങ് സെറമണിയിലോട്ട് കിടക്കുവാണ്. ഇങ്ങനെ ആൾ ചേച്ചി തലയൊക്കെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി ചെറുതായിട്ട്, ജസ്റ്റ് ആ ഒരു വെറ്റ് ഹെയറിലുള്ള വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തൊക്കെ അങ്ങ് എടുത്തിട്ട് അവൽ വെച്ച് ഇങ്ങനെ തല മുടി വെട്ടാനായിട്ട് ഇങ്ങനെ ആൾ അങ്ങനെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇവാനൂരുടെ അടുത്ത് ഓരോന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവാനൂരുടെ അടുത്ത് ഞാനിങ്ങനെ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഭയങ്കര ചുമയായിരുന്നു ആൾക്ക്. പെട്ടെന്നിങ്ങനെ ഇരുന്ന ഉടനെ ഒരു ചുമയായി. ഒരു ഹാഫ് ആൻ അവറോട് ആ ചുമ അങ്ങ് നീണ്ടു നിന്നു. ഞങ്ങൾ ഇവാനുവിന് ഒരു കാലം ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാനൊക്കെ ഇവിടെ പണ്ട് മുതലേ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ. അപ്പോൾ ഇവിടുത്തെ ചേച്ചിമാർക്ക് ഇവാനുവിനെ നന്നായിട്ട് അറിയാം. മുടി വെട്ടുന്നത് ഇവർ ചുമ്മാ ഇവിടെ കരച്ചിൽ, ഇവിടെ ഇത് കരയാനായിട്ട് ഇവർ വെറുതെ പറയും മുടി വെട്ടാൻ പോവാണെന്ന്. ഇങ്ങനെ പറയുമ്പം തന്നെ ഇവാന് ഭയങ്കര കരച്ചിലാണ്. ഇപ്പം ചിരിച്ചുകൊണ്ടിരിക്കുക. ഓ ഫുള്ളിങ്ങനെ ലെയർ കട്ട് വരുന്ന രീതിയിലായിരുന്നു മുടി കട്ട് ചെയ്തത്. അപ്പോൾ ഞാനൊരു മിനിമം ലെങ്ത്ത് പറഞ്ഞു, ഷോൾഡർ ലെങ്ത്ത് വരെ. ഷോൾഡറിൻ്റെ മേലെ പോയാലും കുഴപ്പമില്ല, ഒരു ഷോൾഡർ ലെങ്ത്ത് വരെ ഞാനൊരു മിനിമം ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ആ ചേച്ചി മുടി കട്ട് ചെയ്തത്. ആൾ ഭയങ്കര എക്സ്പേർട്ടായിരുന്നു. മുടിയൊക്കെ ഭയങ്കര ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ മുടിയൊക്കെ പടപടയെന്ന് മുടിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഈ മുടിവെട്ടൽ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ മറ്റേ റിസപ്ഷനിലെ മറ്റേ ചേച്ചിയും വന്ന് നോക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എവിടെ വരെയൊക്കെ എത്തി എന്നൊക്കെ പറഞ്ഞ് നോക്കുവാണ്. അവൾ നല്ല കൂൾ ആൻഡ് കാമായിട്ടൊക്കെ സൂപ്പർബായിട്ട് ഇരുന്ന് കാണിച്ചു കൊടുത്ത ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് മുടി ഇങ്ങനെ വെട്ടി ഇങ്ങനെ ഒരു പാക്ക് ചെറിയൊരിതുണ്ടായിരുന്നു. ദൈവമേ എൻ്റെ മുടിയെല്ലാം പോകുകയാണോ എന്ന് പറഞ്ഞിട്ട് ആൾക്കൊരു ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിവേ ആൾ നല്ല സൂപ്പർബായിട്ട് മുടി വെട്ടാനൊക്കെ കാണിച്ചു കൊടുത്തു. ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് മുടിവെട്ടൽ ചടങ്ങ്. സത്യം പറഞ്ഞിട്ട് ഇത് ചടങ്ങായിരുന്നു ഞങ്ങൾക്കൊരു കാലത്ത്. ഇപ്പോഴത് ആൾ മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് ഈ കാണുന്നത്. അത്രയും ലെങ്തി ഹെയർ ആയിരുന്നു അതുവരെ എത്തിയത്. അവരിങ്ങനെ ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു ലെവൽ വരെയൊക്കെ എത്തിച്ചു. അങ്ങനെ നിങ്ങൾക്ക് ഇനി വീഡിയോയുടെ കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു അവസാന ആളുടെ ഒരു മേക്ക് ഓവർ കാണാൻ വേണ്ടി പറ്റും. ഞാനിങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ എടുത്തപ്പോൾ അയ്യോ എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു. ദൈവമേ ഞാൻ എണ്ണയൊക്കെ തേച്ച് എടുത്ത മുടിയെല്ലാണല്ലോ പോകുന്നതെന്ന് പറഞ്ഞു. പിന്നെ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് മുടി വെട്ടിക്കളയുന്നത് നല്ലതാണ്. കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഹെയർ വരും, കുറച്ചുകൂടെ തിക്ക് ഹെയർ വരും, അറ്റത്തുള്ള സ്പ്ലിറ്റിങ്സ് ഒക്കെ പോവും. നല്ല രീതിയിലുള്ള നല്ല ഹെൽത്തി ഹെയർ അവർക്ക് മുടിയുടെ ആവശ്യമില്ല. ആക്ച്വലി അവർക്ക് അറിയില്ലല്ലോ മുടി എങ്ങനെ, ഈ നോട്ട്സ് എങ്ങനെ എടുക്കണം. ഈ മുടിയുടെ നോട്ട്സ് എടുക്കാനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു ആൾ. അപ്പോൾ ഈ മുടിയുടെ നോട്ട്സ് എങ്ങനെ എടുക്കണം എന്നൊന്നും ആൾക്കറിയില്ല. നമ്മളാണ് എല്ലാം പാമ്പർ ചെയ്തെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ചെറിയ ഹെയർ നമുക്ക് മാനേജബിളാണ്. അങ്ങനെ ആൾ മുടി ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഒരു ചെറിയൊരു ലെങ്ത്തിൻ്റെ രീതിയിൽ മാത്രം അവരിങ്ങനെ നോക്കുവാണ്. നല്ല രീതിയിലെല്ലാം മുടിയൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഒരു സൂപ്പർവായിട്ട് അവർ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തു.
ലാസ്റ്റ് ബ്ലോ ഡ്രൈ ചെയ്ത് ജസ്റ്റ് ഒരു സൂപ്പർബായിട്ട് മുടി സെറ്റ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്ത്. അവസാനം ആ ചേച്ചി തന്നെ തലയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തൊക്കെ കൊടുത്തായിരുന്നു. ആ കാഴ്ചയാണ് ഈ കാണുന്നത്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സൂപ്പർബായിട്ട് കാണിച്ചു കൊടുത്ത കാരണം തന്നെ ഡ്രസ്സിലൊരു മുടിയോ കാര്യങ്ങളോ ഒന്നുമേ ആയില്ല. ഈ ബ്ലോ ഡ്രൈ ചെയ്യാൻ നേരത്തൊരു ചെറിയ പാടായിരുന്നു. ആ കുഞ്ഞു കുഞ്ഞു മുടിയല്ലായിരുന്നു അവസാനം. അപ്പോൾ അവർക്ക് കോമ്പിൽ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ. പക്ഷെ ആ ചേച്ചി സൂപ്പർബായിട്ട് ചെയ്തു. ഷീ ഈസ് വെൽ ട്രെയിൻഡ്. സോ അതാണ് ഈ കാഴ്ച. ഇതാണ് ഞങ്ങളുടെ അവസാനത്തെ ഞങ്ങളുടെ സുന്ദരി കുട്ടിയായിട്ടുള്ള ഞങ്ങൾ ഇവാനിക കുട്ടി. അടിപൊളി മുടിയൊക്കെ നല്ല സൂപ്പർബായിട്ട് സെറ്റ് ചെയ്ത് ആൾ നല്ല അടിപൊളി ഭയങ്കര ഒരു മേക്ക് ഓവറായിരുന്നു. എൻ്റെ മോളത്തിൻ്റെ മാറിപ്പോയത് ഒരു കുഞ്ഞു കുട്ടി ആയതുപോലെ. നേരത്തെ മുടിയോടെ വന്നപ്പോൾ വലിയ കുട്ടിയായിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടി ആയതുപോലെ അവൾക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അവളെ മുടി കാണുമ്പോൾ. പിന്നെ ആ ചേച്ചി തന്നെ ഫ്രണ്ടിലത്തെ മുടിയൊക്കെ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ കൊടുത്തായിരുന്നു. നല്ല രീതിയിൽ ഫ്രണ്ട് ഹെയർ പാർട്ട് എടുത്ത് ഇങ്ങനെ ത്രീ പിന്ന് പോലെ നല്ലവണ്ണം പിന്നി നല്ല സൂപ്പർബായിട്ട് സ്ലൈഡൊക്കെ വെച്ച് ചേച്ചി കൊടുത്തായിരുന്നു. അപ്പോൾ എനിവേ ഇതാണ് ഞങ്ങളുടെ ഇവാനി കുട്ടിയുടെ ന്യൂ ബട്ടർഫ്ലൈ ലേഡ് ഹെയർ കട്ട് സ്റ്റൈൽ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. ഫ്രണ്ടിലോട്ട് മുടി വന്ന് കിടക്കുകയില്ല. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആള് ചേഞ്ചായി. உனக்காக கரையோனும் மெழுகாக எரியோனும் மாறேனே உன்னை தேடி ஆசை தீர பேசி போக தங்கமே தங்கமே எம்பட தங்கமே 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 எம்பட தங்கமே 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 எம்பட தங்கமே 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 കട്ട് ചെയ്തു. ഞങ്ങൾ ശുഞ്ചിരി കുട്ടിയായി. ഞങ്ങളുടെ ഒരു പുതിയ ഇവാനു കുട്ടിയാണ്. അതെ, ഞങ്ങളുടെ കിട്ടി. ഞങ്ങൾ പുതിയ മോളാ. പഴയ മോളെ കളഞ്ഞിട്ട് നിങ്ങൾ പുതിയ മോളെടുത്തിട്ട് വന്നു അല്ലേ മനു?